ജീവിതത്തില് ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടിയ സന്ദർഭം. പിന്നീട് അവാർഡുകൾ കുറെ കിട്ടിയെങ്കിലും ആദ്യത്തെ അവാർഡ് കിട്ടിയപ്പോ ഒരു കാരണവര് പറഞ്ഞ വരിയാണ്, ആ അതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ദേഷ്യത്തോടുകൂടെ ചോദിച്ചു, എന്താ കാര്യമില്ല പറഞ്ഞു. ഇത് വലുതാക്കില്ലേ? ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി നോക്കാൻ. കാരണം ഇതിലൊന്നും കാര്യമായില്ലല്ലോ. ആ കുട്ടി പിന്നെ എന്ത് വേണം? അല്ല, +2 കിട്ടണല്ലോ. ഇതേമാതിരി +2 റാങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. ഡിഗ്രിക്ക് നോക്കണം. ഇതുപോലൊരു നിരുത്സാഹപ്പെടുത്തൽ ജീവിതത്തിലില്ല. അനുഭവം വെച്ച് പറയും. തുടർന്ന് ജീവിതത്തിൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ടൊന്നും കാര്യമായില്ല, ഇതിലും വലുതില്ലേ. നാടക മത്സരത്തില് 1ാം സമ്മാനം കിട്ടി, അതിനൊരു പ്രാധാന്യം ഇല്ലേ? ഇതുകൊണ്ടൊന്നും കാര്യമായില്ല, പിന്നെ എന്ത് വേണം? സംസ്ഥാന നാടകോത്സവത്തിൽ കിട്ടണം. സംസ്ഥാന നാടകോത്സവത്തിൽ കിട്ടിയാൽ ഈ കാരണവര് അഭിനന്ദിക്കും. ഇതുകൊണ്ടൊന്നും കാര്യമായില്ലാന്ന്. എന്താ? ഡൽഹിയിൽ നിന്ന് കിട്ടണം. ഏതൊരു കാര്യമായാലും അതിനൊരു പരിപൂർണതയുണ്ട്. ഒരാളൊരു വീട് വെച്ചു, അയാളുടെ വരുമാനം അനുസരിച്ച് വല്ലാതെ ലോണൊന്നും എടുത്തിട്ടില്ല. അയാളെ സംബന്ധിച്ചോളം അത് പരിപൂർണമല്ലേ ആ വീട്? ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. ഇന്നാളുടെ വീട് വെച്ച് നോക്കി എന്താണല്ലോ, അങ്ങനത്തെ വീടൊക്കെ ഭാവിയിൽ പണി. യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ട യോഗങ്ങൾ മുഴുവൻ ഈ വ്യക്തിയെ നിന്ദിക്കുന്ന പ്രസംഗങ്ങളായിരുന്നു. ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. ഇതിലും വലുത് കിട്ടാതിരിക്കും. ഇതിലും വലുത് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ സന്തോഷിക്കണ്ടേ? ഇതിലും വലുത് കിട്ടിയില്ലെങ്കിൽ ആൾക്ക് ജീവിക്കണ്ടേ? സമീപകാലത്ത് മരിച്ചുപോയ ഒരു പ്രമുഖൻ എന്നെ വിളിച്ചു. ആ പേപ്പറിൽ വായിച്ചു, ഇന്ന് അംഗീകാരം കിട്ടിയല്ലോ. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതെന്താ വേണ്ട? വേറെ 2 പറഞ്ഞു, ഇതിനേക്കാൾ വലുതാന്ന് വിചാരിക്കാൻ 2. അതൊക്കെ കിട്ടാൻ നോക്കണ്ടേ? ഈ വ്യക്തി അങ്ങനെ കിട്ടാൻ നോക്കുന്ന ആളാണ് വ്യക്തി മരിച്ചുപോയി. കിട്ടിയത് എന്തും വലിയ കാര്യമാണ് എന്നുള്ളത്. ചെറിയ ചെറിയ സന്തോഷങ്ങളെ ആഘോഷിച്ച് ശീലിക്കണ്ടേ? ഈ ലോകത്ത് വലുതും ഉണ്ടാവും, ഇതിനേക്കാൾ വലുതുണ്ടാവും. 10 ലക്ഷം ഉൾപ്പെടെ ലോട്ടറി വരും. ഇതൊക്കെ ലോട്ടറിയാ? അതെ, ലോട്ടറി 25 ലക്ഷമാണ്. 10 ലക്ഷം ഇയാൾക്ക് മോശമായ സംഖ്യയല്ല. അനവധി കാര്യങ്ങളിൽ നാം ഓരോരുത്തരും ലോട്ടറി അടിച്ചവരുണ്ട്. ഇത് കേൾക്കുന്നവർ. നല്ല അച്ഛനെ കിട്ടിയില്ലേ? അമ്മയെ കിട്ടിയില്ലേ? നല്ലൊരു സ്ഥലത്ത് ജനനം കിട്ടിയില്ലേ? കേരളത്തിൽ ജനിക്കാറായില്ലേ? വലിയ ഭാഗ്യല്ലേ? എന്ത് ധിക്കാരം കേട്ടാലും, എന്ത് ധിക്കാരം കേട്ടാൽ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ മാർഗമുണ്ട്. തെറ്റ് ചെയ്താലും നല്ലൊരു രാജ്യത്തല്ലേ ജന്മം കിട്ടിയെന്ന്. ഇതിന് പകരം വേറെ രാജ്യത്തെ ജന്മം കിട്ടിയെങ്കിലോ?
കുറ്റം ചെയ്തവന് ശിക്ഷയുള്ള രാജ്യത്താണെങ്കിലോ ചെറിയ സന്തോഷങ്ങളെ വലുതായി കണ്ട് പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ചെറിയ സന്തോഷങ്ങൾ. മക്കള് അച്ഛാ മീൻ വാങ്ങണം, ഞായറാഴ്ച വാങ്ങണം. ഞായറാഴ്ച, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അച്ഛാ ഇന്ന് മീൻ വാങ്ങാൻ പോണില്ലേ? വാങ്ങാം, നീ കൂടെ വന്നോ. മകനും കൂട്ടി സന്ധ്യ എടുത്ത് പോയിട്ട് മീൻ വാങ്ങണം. ഏത് മീനാണോ വേണ്ടത്? ഇതാണ് കൊച്ചു സന്തോഷത്തെ ആഘോഷിക്കൽ. ഭാര്യ അവിടെ കാത്തിരിക്കും, മിക്സിയിൽ അരക്കുക വേണമെങ്കിൽ അരയ്ക്കും. ഇവിടെ വന്നു അത് നേരെയാക്കി അച്ഛനും അമ്മയും മക്കളും കൂടിയിട്ട് ആ മീൻ കൂട്ടാൻ കൂട്ടിയിട്ട് ആഹാരം കഴിക്കുന്നതിനെ ഒരു ആഘോഷമാക്കി മാറ്റണ്ടേ? ഇതുകൊണ്ടൊന്നും കാര്യമില്ലേ. വാഷിങ്ടണിൽ ഇന്ന ഒരു വിരുന്ന് നടന്നു പ്രധാനമന്ത്രിമാർക്ക് വേണ്ടി. അതൊക്കെ വെച്ചു നോക്കിയാൽ അത് എന്ത് ചോദ്യപ്പോഴും. അവനവന്റെ വീട്ടിൽ അവനവന്റെ മക്കളും കുട്ടികളും കൂട്ടിയിട്ട് ഒരു തവണ എന്റെ ഒരു പ്രസംഗത്തിലെ വിഷയമായിരുന്നു വത്തക്ക തിന്നുന്നത് എങ്ങനെയാണ്. കോളേജിലാണ്, കാസർകോട്ടെ കോളേജിലാണെന്നാണ് ഓർമ്മ. ഇത് എന്ത് വിഷയമാണ് സാർ? അതാണ് വിഷയം. ആയിക്കോട്ടെ, ഇവിടെ ഉള്ളപ്പോ ബാക്കിയുള്ളവർ പറഞ്ഞു സാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വത്തക്ക തിന്നുന്നത് എങ്ങനെ? വത്തക്ക തിന്നുന്നവർ എത്ര പേരുണ്ട്? വത്തക്ക തിന്നുന്നത് എളുപ്പമല്ല. നിത്യ ജീവിതത്തിൽ വത്തക്ക തിന്നാൻ നിങ്ങൾക്ക് പണി കുറച്ചുണ്ട്. വത്തക്ക എന്നാ തിന്നണമെന്ന് ആദ്യം നിശ്ചയിക്കണ്ടേ, ഭാര്യയോട് പറയണ്ടേ. അപ്പൊ ഇനിയിപ്പോ എപ്പോഴാ ഒഴിവ് കിട്ടുക? തിന്നണമാതിരി തിന്നണം. ഒരേ സമയത്ത് ഒരു ഇന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കൂ. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കില്ല. കണ്ണ് പ്രവർത്തിക്കുമ്പോ നാക്ക് പ്രവർത്തിക്കില്ല. സൈമൾട്ടേനിയസ് ആയിട്ട് ഇതൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് വെറുതെ തോന്നുക. TV ഓഫ് ചെയ്തിടണം. ആ വത്തക്ക വാങ്ങാൻ പോകുന്ന ദിവസം ചർച്ച ചെയ്യണം. അത് വാങ്ങിക്കൊടുന്ന് മേശപ്പുറത്ത് വെക്കണം. അതിന്റെ മുകളിൽ എന്തിനാ ഈ വെള്ള വരയൊക്കെ നമുക്ക് കാണാനില്ലേ? ആ കണ്ട ഉടനെ എടുത്ത് വലിച്ചെറിയ. ഒരു സമ്മാനം തരുമ്പോ അതിന്റെ മുകളിൽ നല്ല കവറൊക്കെ ഉണ്ടാവും, അതിലേക്ക് നോക്കണ്ടേ. ആ വത്തക്ക മുറിക്കണ്ടേ, അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് തിന്നണ്ടേ. കുടുംബസമേതം ഒന്നടങ്കം. ഇത് എപ്പോഴോ മുറിച്ചു, ഇങ്ങനെ തിന്നു, TV ഓൺ ചെയ്തു, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. ഇതാണോ വത്തക്ക ആസ്വദിക്കല്? കവിത ആസ്വാദനത്തിന്റെ ആളുകൾ കുറയാൻ കാരണം എന്താ? കുറച്ച് ക്ഷമ വേണം, കുറച്ച് ക്ഷമ വേണം അത് ആസ്വദിക്കാനേ. ക്ഷമ കിട്ടണം, സീൻ മാറണം. വലിയ ഒരു സന്തോഷത്തിനും കാത്തിരിക്കുകയാണ് ഇപ്പോ. എന്താ സാധാരണഗതിയിൽ എനിക്ക് കിട്ടാൻ ഇടയില്ലാത്ത വല്ല അംഗീകാരങ്ങളൊക്കെ ഉണ്ടാവും ലോകത്ത്. അത് കിട്ടിയിട്ടേ സന്തോഷിക്കുള്ളൂ. മീൻ വാങ്ങിയതും, ഉദാഹരണം പറയാം, എല്ലാവരും മീൻ വാങ്ങണം എന്നല്ല, വത്തക്ക തിന്നതും. വൈകുന്നേരം ഒരു സുഹൃത്തിനോടൊപ്പം ഒരു കടയിൽ പോയിട്ട് 2 ഉഴുന്നുവടി ഒരു കാപ്പിയും കൊടുത്തതും വലിയൊരു കാര്യമായിട്ട് നമ്മൾ ആഘോഷിക്കണം. ഇഷ്ടപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിൽ പോകണം, അതിന്റെ അടുത്ത് മുറി എടുക്കുന്നു, കുളി കഴിഞ്ഞിട്ട് നല്ല ഡ്രസ്സും ധരിച്ചിട്ട് ആ ക്ഷേത്ര ദർശനത്തിനെ ഒരു ആഘോഷമാക്കി മാറ്റണം. സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും.
ഏതെങ്കിലും സ്ഥലത്തെ ഗവർണറായാൽ ഞാനൊന്ന് സന്തോഷിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗവർണർ പോസ്റ്റ് കിട്ടണം. പ്രധാനമന്ത്രി വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ ഗവർണറാക്കാൻ പറ്റും. അപ്പൊ ഒന്ന് സന്തോഷിക്കാൻ പറ്റില്ല. രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കി തരാൻ ഭാര്യയുണ്ട്, സന്തോഷിക്കണ്ടേ? എടാ പോയിട്ട് ആ കടയിൽ പോയിട്ട് അച്ഛനുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി നമ്മുടെ മകൻ പോകുന്നു. അങ്ങനെ ഒരു മകൻ ഉണ്ടായത് ഭാഗ്യല്ലേ? ആഘോഷിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് ഓണത്തിനോ വിഷുവിനോ കയറി ചെല്ലുമ്പോ ഭാര്യയും മക്കളെയും കൂടി ചെല്ലുമ്പോ അവിടെ സ്വീകരിക്കാൻ അച്ഛനോ അമ്മയോ ഉണ്ടാവുക. അവരില്ലെങ്കിലോ? ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞപ്പോ ആ വ്യക്തിക്ക് ഇന്ത്യയിലേക്ക് വരണമെന്നില്ല. ഇവിടെ ആരുമില്ലേ? ഇന്ത്യയിലേക്ക് വരണമെന്നില്ല. ശരിയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എവിടേക്കപ്പ വരിക? എവിടേക്ക് വരുന്നത്? അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഒരു വീടുണ്ടായിരുന്നു വിറ്റിരിക്കുന്നു. ഞാൻ എവിടേക്കാ വരിക? ചെറിയ സന്തോഷത്തെ 100 ഇരട്ടിയാക്കി മാറ്റുക ജീവിതത്തിൽ. ഇഷ്ടപ്പെട്ടൊരു ആഹാരം കഴിക്കുക. ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോ അയ്യോ ഇതാത്ര വലിയ കാര്യം, ലോകത്ത് ഇത് നയാഗ്ര വെള്ളച്ചാട്ടമൊന്നുമല്ലല്ലോ. അത് ചെറിയ വെള്ളച്ചാട്ടമായിരിക്കും വയനാട്ടിലെ. അതിനെ കൃത്യമായിട്ട് ആഘോഷിക്കുന്നതിന് പകരം ലോകത്തിലെ വലിയ അംഗീകാരം കിട്ടിയാലേ ഞാൻ സന്തോഷിക്കൂ എന്ന് വാശി പിടിക്കുന്നത് മണ്ടത്തരമല്ലേ എന്ന് ചിന്തിച്ചു. ധന്യമേ ദിനം, ധന്യമേ ജീവിതം ഉപസംഹരിക്കുന്നു. നമസ്കാരം.